നമസ്കാരം. ഞാൻ പഠിച്ച സ്കൂളിൻ്റെ തൊട്ട് മുകളിലുള്ള കുന്നിൻ്റെ പുറത്താണ് ഈ ടാങ്ക് നിൽക്കുന്നത്. അതും ഏതാണ്ട് 50 അടി ഉയരത്തിലുള്ള കാലുകളിൽ. തമ്മനത്തുണ്ടായ ദുരന്തം നിലത്ത് നിന്ന ഒരു ടാങ്കിൽ നിന്നാണ്. 50 അടി ഉയരത്തിലേക്ക് ആ ടാങ്ക് മാറുമ്പോൾ അതിൻ്റെ ശക്തി 20 ഇരട്ടിയായിട്ടാണ് മാറുന്നത്. പിന്നീട് ഈ കുന്നിൻ്റെ എഫക്റ്റും. ഇതിൻ്റെ താഴെ 3 സ്കൂളുകളാണുള്ളത്. ആയിരക്കണക്കിന് കുട്ടികൾ അവിടെ പഠിക്കുന്നു. പിന്നെ ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്നു. ഈ ടാങ്ക് ഉണ്ടാക്കാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ച് ആർക്കും ഒരു ധാരണയില്ല എന്നുള്ളതാണ് സത്യം. കാലപ്പഴക്കം ഒരു മെയിൻ ഫാക്ടർ. അതിലേറെ ഇത് നിർമ്മിച്ചിരിക്കുമ്പോൾ ഉണ്ടായേക്കുന്ന അഴിമതികളെക്കുറിച്ച് നമുക്കറിയില്ല. ആവശ്യത്തിന് സിമൻ്റ് ഇല്ലെങ്കിൽ ഇതിൻ്റെ കാലം കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. ലീക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഏത് നിമിഷവും ഒരു ദുരന്തം അതുമാത്രം നമ്മൾ കണക്കാക്കിയാൽ മതി. അത് ഒരു സ്കൂൾ പ്രവർത്തന സമയത്താണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ കുട്ടികൾ അവിടെയുണ്ട്. അത് ഒരു നഗരത്തിൻ്റെ മൊത്തം ദുരന്തമായി മാറാതിരിക്കുവാൻ വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കണം. പ്രളയത്തിലും കോവിഡിലുമൊക്കെ നമ്മൾ ഒന്നിച്ചതുപോലെ രാഷ്ട്രീയവും ജാതി മതഭേദവും ഒക്കെ മറന്നിട്ട് നമുക്ക് ഒന്നിക്കണം. ഇത്തവണ നമ്മൾ എടുക്കേണ്ട തീരുമാനം ഈ ഒരു ടാങ്ക് മാറ്റി സ്ഥാപിക്കുവാൻ കൈകോർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണേലും അവർക്ക് മാത്രമേ നമ്മളുടെ വോട്ട് കൊടുക്കൂ എന്ന് നമ്മൾ തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഒപ്പം നമുക്ക് ശുദ്ധമായ ജലം വേണം. കല്ലടയാറ്റിലെ മലിനീകരണമായിക്കൊണ്ടിരിക്കുന്ന വെള്ളം വെറും ക്ലോറിൻ ചേർത്താൽ ശുദ്ധമാവില്ല എന്നുള്ള തിരിച്ചറിവുണ്ടാവണം. ക്ലോറിൻ അധികം ഉള്ളിലേക്ക് എന്നാൽ അത് നാളെ നമ്മളെ ഒരു മഹാരോഗിയാക്കുമെന്നുള്ള കാര്യവും തിരിച്ചറിയുക. പുനലൂരിൽ ഒരുപാട് രോഗികൾ ഉണ്ടാകുന്നത് ഒരു പക്ഷേ ഈ അധികം ക്ലോറിൻ കുടിച്ചായിരിക്കണം. അതും നമുക്കിതിനോടൊപ്പം മാറ്റാൻ ഒരുമിച്ച് പ്രവർത്തിച്ച് ശുദ്ധമായ ഒരു നഗരത്തിന് വേണ്ടി ശുദ്ധമായ വെള്ളം കുടിച്ച് കഴിയുന്ന ഒരു ജനതയ്ക്കായി നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം.